ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ ട്രിപ്പ് നമ്മൾ ഇല്ലിക്കക്കല്ല് അതുപോലെ കട്ടിക്കയം അങ്ങനെ രണ്ട് പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത്. കട്ടിക്കയം ഒരു വാട്ടർഫോൾസ് ആണ്, ഇല്ലിക്കക്കല്ല് ഒരു ഹിൽ ടോപ്പാണ്, ഒരു ട്രക്ക് പോലത്തെ ഒരു ഏരിയ ആണ്. കട്ടിക്കയം വാട്ടർഫോൾസ് വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു വാട്ടർഫോൾസ് ആണ്. അധികം എക്സ്പ്ലോർഡ് അല്ല, അത് പോപ്പുലറായിട്ടൊരു 3-4 കൊല്ലമാവുന്നുള്ളൂ. അതിന് മുന്നേ ഒന്നും ഒട്ടും തന്നെ ആൾക്കാർ വരാത്ത ഒരു സ്ഥലമായിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് റൈഡ് പോകുന്നത്. നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്ന വൈക്കത്തു നിന്നാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒരു 1:30-2 മണിയായിട്ടുണ്ട്. നമ്മളൊരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്, പതുക്കെയാണ് വന്നത്. അപ്പോൾ ഉച്ചത്തെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഈ പോകുന്ന വഴിക്ക് തന്നെ കഴിക്കാമെന്നുള്ള പ്ലാനാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരുണ്ട്, എൻ്റെ കസിൻ ബ്രോയും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയൊരു ട്രിപ്പാണ്. അപ്പോൾ ഇത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാലമൊക്കെ കഴിഞ്ഞു. നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നു കഴിയാൻ നേരത്ത് ഞാൻ മാപ്പ് വയ്ക്കാം, ഒരു ബ്രിഡ്ജ് വരും. ആ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് കട്ട് ചെയ്യും. ആ ലെഫ്റ്റ് കട്ട് ചെയ്ത് ഗൂഗിൾ മാപ്പിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ടാണ്. അതായത് മൂന്നിലവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തും. ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ എപ്പോഴും വരാറുള്ള റൂട്ടാണിത്. ദൂരെയൊക്കെ നോക്കിയാൽ കാണാം, ഹിൽസൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും വരാറുള്ള റൂട്ടാണ്. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനാണ് പ്ലാൻ. നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കുന്ന റൂട്ടാണത്. മീൻസ് അത് നല്ലൊരു ഹോട്ടലാണ്, ചെറിയ ഹോട്ടലാണ്, പക്ഷേ നല്ല ഹോംലി ഫുഡാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് കയറാം. ഇവിടെ കയറിയാലോ? ആ വിശക്കുന്നു. ചേട്ടാ കഴിക്കാൻ തോളേ, കഴിക്കാൻ തോളേ. ഓക്കെ, വാ. ഫുഡുണ്ടോ? ചോറ് മതി. രാത്രി കഴിക്കാമല്ലോ അല്ലേ? അപ്പം നമ്മൾ ഉച്ച സമയമായതുകൊണ്ട് മീൽസ് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. നല്ല ഫുഡായിരുന്നു, അതുപോലെ സ്പെഷ്യലൊക്കെ ആയിരുന്നാലും നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാനിവിടെ ഒരുപാട് വട്ടം കയറിയിട്ടുണ്ട്. എപ്പോൾ ഈ റൂട്ട് വന്നാലും ഞാൻ ഇവിടെയാണ് നിർത്താറ്. എന്നുവെച്ചാൽ പാല കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫുഡ് അവൈലബിലിറ്റി കുറവാണ്, പിന്നെ ഞാനിവിടെ നിർത്തും. ഇപ്പം നമ്മൾ കാണുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമ്മൾ ഒരു ഫോർവേഡ് ഒരു വഴിയുണ്ട് ലെഫ്റ്റ് സൈഡോട്ട്. ആ വഴി കൂടെ വന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരു കാഴ്ചയാണ്, ഇത് ബ്രിഡ്ജാണ്. പക്ഷേ ആക്ച്വലി ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് എക്സാക്ട്ലി 1 മാസം മുന്നേ ഞാൻ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇവിടെ വന്നിട്ട് ബ്രേക്കായിപ്പോയി ട്രിപ്പ്. എന്താ വെച്ചാൽ വെള്ളം പൊങ്ങിയിട്ട് അങ്ങോട്ട് ആൾക്കാരെ കടത്തി വിടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഈരാറ്റുപേട്ട വെള്ളം പൊങ്ങിയ ആ ഒരു ടൈമാണ്. അപ്പോൾ നോക്കിയാൽ ബ്രിഡ്ജ് ഒടിഞ്ഞ് കിടക്കുക. എന്നിട്ട് ഈ ഉള്ള ചെടികളും വെള്ളത്തിൽ ഒഴുകി വന്ന എല്ലാ സാധനങ്ങളും സ്റ്റക്കായിട്ട് സീനായിട്ട് കിടക്കുക. നല്ല രീതിയിൽ വെള്ളമുണ്ട്, നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. ഇത് മൂന്നിലവെന്ന് പറഞ്ഞ പ്ലേസാണ്. അത് ആക്ച്വലി നല്ലൊരു പ്ലേസാണ്. അവിടെ നമുക്ക് അത്യാവശ്യം ടൂറിസത്തിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഉള്ള സാധനമൊക്കെ കാണാം. അത് ഒരു ഗ്രാമം പോലത്തെ ഒരു ഏരിയ ആണ്. അങ്ങനെ നമ്മൾ അത് അങ്ങോട്ടായിട്ട് പോകേണ്ട കാര്യമില്ല, പോകുന്ന വഴിക്കൊക്കെ ജസ്റ്റ് കയറാൻ പറ്റിയ സ്ഥലം. ഇതിപ്പോൾ കറക്റ്റ് 17 നവംബർ, അതായത് നമ്മൾ ട്രിപ്പ് പോകുന്ന ഡേക്കുള്ളതാണ്. ആ ബ്രിഡ്ജ് ശരിയാക്കിയിട്ടില്ല, അത് ഒടിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും. പക്ഷേ ബാക്കിയെല്ലാം ക്ലിയർ ചെയ്തു. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അത് പൊട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയി നോക്കിയതാണ്, ഇത്തവണ അത് മാറ്റിയോ. ഇതാ നേരെ കാണുന്ന ജംഗ്ഷൻ കണ്ടോ, അവിടാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോവുകയാണ്. ഇല്ലിക്കക്കല്ല് 10 കിലോമീറ്ററാണ് ഇതിനുള്ള. നമ്മൾ സ്ട്രൈറ്റ് ഒറ്റ വിടലാണ്. നമ്മൾ നേരെ കയറി അതിങ്ങനെ പോകുന്ന കണക്ക് ഒരു മല കയറി ചെറിയ ചുരം പോലെ ഉണ്ട്, അതിങ്ങനെ കയറി പോകണം. അപ്പം നമ്മൾ ഹിമാലയനാണ് പോണേ. നമ്മളെ ഫസ്റ്റ് ട്രിപ്പാണ്. ഏകദേശം അങ്ങനെ ട്രിപ്സൊന്നും പോയിട്ടുണ്ടായില്ല, ചെറിയതല്ലാതെ. അപ്പോൾ ഓൺ ദ വേ നമ്മൾ കയറിക്കൊണ്ടിരിക്കുക. നല്ല ഒരു നൈസ് ഏരിയ ആണ്, നല്ല ഫ്രഷ് ഓക്സിജനാണ്, നമുക്ക് സ്വസ്ഥമായിട്ട് ബ്രീത്ത് ചെയ്തങ്ങ് പോവാം. പോകുന്ന വഴിക്ക് ഇങ്ങനെ സൈഡിലും മലകളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ പെട്ടെന്ന് ഞാനൊരു റിസോർട്ട് കണ്ടു, ഒരു അമ്മയ എന്ന് പറഞ്ഞൊരു റിസോർട്ട്. അപ്പോൾ കാര്യമൊന്നുമില്ല, എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് വെറുതെ ഒന്ന് കയറി നോക്കാൻ തോന്നി. ഞാൻ നേരെ ലെഫ്റ്റ് എടുത്ത് അങ്ങ് കയറി. അപ്പോൾ ഈ കോട്ടയം സൈഡിൽ നിന്നും അല്ലെങ്കിൽ എറണാകുളം സൈഡിൽ നിന്നൊക്കെ ഉള്ളവർക്ക് 1 ഡേ ജസ്റ്റ് വന്ന് പോകാനാണ് ഇല്ലിക്കക്കല്ല് കട്ടിക്കയൊക്കെ ഉള്ളൂ. അല്ലാതെ ദൂരെ നിന്ന് വരുന്നവർക്ക് നമുക്ക് വേണം ഇവിടെ സ്റ്റേ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പോണ വഴിക്കുള്ള റിസോർട്ടാണ് തുറന്ന അമേയ. അത് നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നമ്പറൊക്കെ കിട്ടും, ഡീറ്റെയിൽസ് കിട്ടും. ഇല്ലിക്കക്കല്ലെന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അത് കുഴപ്പമില്ല, ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസോർട്ടാണ്, ബുള്ളറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പക്ഷേ എനിക്കൊരു പ്രശ്നം പറ്റി, എൻ്റെ കസിൻ ബ്രോനെ മിസ്സായിട്ടുണ്ട്. ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് അവൻ പുറകിലാണോ ഫ്രണ്ടിലാണോ എന്നെനിക്കൊരു ഡൗട്ടായി.
achieved 100 crore vaccination landmark with your support and your efforts. Do complete your vaccination schedule and continue to follow COVID appropriate behavior. ഞാൻ അങ്ങോട്ട് വരാം നീ വെയിറ്റ് ചെയ്യ്. ഓക്കെ. ഇത് ഓഫ് റോഡിങ് പുലിയാണ് കേട്ടോ, സുഖമാണ്. ഇങ്ങനെ സ്റ്റാൻഡപ്പ് റൈഡാണ്, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഓടിക്കാം. നല്ല ഫണ്ണുണ്ട്. മീൻസ് നമ്മൾ അറിയുന്നില്ല ഇപ്പം ഷോക്ക് റെസിസ്റ്റൻസിൽ വരുന്നില്ല, ബാക്കിലെ ഷോക്ക് ഈസി ആയിട്ട് വന്നു. നമ്മൾ ഫ്രണ്ടിൻ്റെ ടോർക്കിൻ്റെ ബലത്തിലാണ്. എടാ ഞാൻ അമ്മയെ കണ്ടപ്പോൾ അവിടെ കയറി നോക്കിയടാ, അപ്പം നീ ആ ഗ്യാപ്പിൽ കയറിപ്പോയി കാണും. അമ്മയുടെ അകത്തോട്ട് പോയാ. ഞാൻ വിചാരിച്ചത് നീ ഒരുപാട് പുറകിലാണ്. കുഴപ്പമില്ല. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയാൽ നമുക്ക് നൈസ് ചെറിയ വെള്ളച്ചാട്ടമൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും ഇവിടെ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കും. എന്നിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് നമുക്ക് റിലാക്സ് ചെയ്യാനും ഇറങ്ങി നിൽക്കാനും ഒക്കെ നല്ലതാണ്. എഗെയിൻ അനദർ റിസോർട്ട്. ഇത് പണി കഴിഞ്ഞിട്ടില്ല, ഇത് പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ബോർഡൊന്നും വെച്ചിട്ടില്ല അവർ. നമുക്ക് അകത്തോട്ട് നോക്കിയാൽ പണിക്കാരിങ്ങനെ ഓരോന്ന് ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞങ്ങളിവിടെ നിർത്തി ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുക്കാം എന്നുള്ള പ്ലാനിലാണ്. അടിക്കിടുക കേട്ടോടാ, കൊള്ളാം. കൊള്ളാം, സൂപ്പർ. പിന്നെ പോയാലോ? അതിൽ തുരുമ്പുണ്ടോ? തെറിച്ചാലോ? ഈ തുരുമ്പുണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ ഹാൻഡ് ഗാർഡിൻ്റെ ഇവിടെ ഉണ്ട്, ചെറിയ തുരുമ്പുണ്ട്. അത് ആഫ്റ്റർ മാർക്കറ്റ് അതുകൊണ്ടോ. ഓക്കെ, നമ്മൾ ഇനി നേരെ ഇല്ലിക്കക്കല്ലോട്ടാണ്. ഇല്ലിക്കക്കല്ലല്ല, നമ്മൾ നേരെ കട്ടിക്കയം വാട്ടർഫോൾസിലോട്ടാണ്. വെള്ളത്തിലിറങ്ങാനുള്ള ഫുൾ സെറ്റപ്പിലാണ് നമ്മൾ ഇറങ്ങിയേക്കുന്നത്. പക്ഷേ മഴ പെയ്യാനും നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. കിടലം വ്യൂ അല്ലാടാ. പിന്നെ ഇരിക്കും, സുഖമായിട്ടിരിക്കും. നൈസ് സ്ഥലം കേട്ടോ, കൊള്ളാം. കാരണം ഇവിടെ നിർത്താറുണ്ട്. അടിപൊളി. ഇത്ര വണ്ടി എടുത്തിട്ട് 1 വർഷം ഇതുവരെ ഓഫ് റോഡിങ്ങിന് പോയിട്ടില്ല. ഇത് സീനാട്ടാ, പോയ കാശിന് കൊള്ളത്തില്ല. ഇല്ലിക്കക്കല്ല് 5 കിലോമീറ്റർ. അപ്പം നമ്മൾ പറഞ്ഞ കണക്ക് കട്ടിക്കയം ഇല്ലിക്കക്കല്ല് ഒറ്റ റൂട്ടാണ്. നമുക്ക് ഗൂഗിൾ മാപ്പിലിട്ടാൽ ഈസി ആയിട്ട് കിട്ടും. നല്ല സ്പോട്ടാണ്. ഒരു ഡേക്ക് 2 നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നേരത്തെയൊക്കെ ഫാമിലിയായിട്ട് ഇറങ്ങിയാൽ പോലും നമ്മൾ ഡിലേ ഇല്ലാതെ, ഇപ്പോൾ പിള്ളേരാണ് സ്പീഡായിട്ട് ചാടി നിൽക്കും. ഫാമിലിയായിട്ട് കുറച്ച് സ്ലോ ആയാൽ പോലും നമുക്ക് 2ഉം ഒറ്റ ദിവസം സുഖമായിട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നല്ല ഗ്രീനറി നിറഞ്ഞ വഴിയാണ്. ഇപ്പോൾ നല്ല രീതിക്ക് അവിടെ ഗട്ടറുണ്ട്. ക്യാമറയിൽ നമുക്ക് എന്തോരം മനസ്സിലാവുമെന്ന് അറിയില്ല. ഇത് ലാസ്റ്റുള്ള 5 കിലോമീറ്ററിൽ നമുക്ക് ഇനി വേറെ ബോർഡൊന്നുമില്ല. അത് സ്ട്രെയിറ്റ് നമ്മൾ പോയിരുന്നെങ്കിൽ നമുക്ക് റൂട്ട് തെറ്റിപ്പോൾ അവിടെ നിന്ന് റൈറ്റ് തന്നെയാണ്. അങ്ങനെ നമ്മൾ പിന്നെ ആ റൂട്ട് കറക്റ്റ് വരുന്നത്തേക്ക് ഇല്ലിക്കക്കല്ല് സ്ട്രെയിറ്റ്, ലെഫ്റ്റ് കട്ടിക്കയം. ഇതാണ് ആ ജംഗ്ഷൻ.
അവിടെ ബോർഡുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് മനസ്സിലാവും. എടാ ഇതാ 2 ലിറ്റർ വെള്ളം മേടിച്ചാലോ, ഒറ്റ ബോട്ടിന് മേടിക്കാമോ? ചില്ലറുണ്ടല്ലോ. ഈ കടക്കുന്ന ഗേറ്റാണ് ഇല്ലിക്കക്കല്ലിലേക്കുള്ള ഗേറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം കട്ടിക്കയത്തേക്ക് പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ നമ്മൾ വെള്ളം മേടിച്ച കടല ചേട്ടൻ നമ്മളോട് പറഞ്ഞു, ഇപ്പോൾ സമയം ഏകദേശം 2 മണിയായി, നിങ്ങൾ ഇനിയിപ്പോൾ കട്ടിക്കയത്ത് പോയിട്ടാണ് നിങ്ങൾ ഇല്ലിക്കക്കല്ല് പോകുന്നതെങ്കിൽ അവരത് ക്ലോസ് ചെയ്യും. അത് ഗവൺമെൻറ് അണ്ടർടേക്ക് ചെയ്യുന്ന പ്രോപ്പർട്ടി ഏരിയ ആണ്. അപ്പം അവരത് ക്ലോസ് ചെയ്യും, ടിക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം കട്ടിക്കയം പോവാതെ ഇല്ലിക്കക്കല്ല് കയറിയിട്ട് പോവാം. കട്ടിക്കയം എപ്പോഴും ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം രണ്ടും നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചേഞ്ച് ചെയ്തു. ഞങ്ങൾ നേരെ ഇല്ലിക്കക്കല്ലിലോട്ട് വിട്ടു. അപ്പോൾ ഇത് ഇല്ലിക്കക്കല്ല് ആ ഗേറ്റാണ് സ്റ്റാർട്ടിങ്. നമുക്ക് കയറി വരുമ്പോൾ കണ്ട് വലിയൊരു മല ഉണ്ട്. അത് നമുക്ക് ദൂരെ നിന്നേ കാണാൻ പറ്റും. അത് ഇല്ലിക്കക്കല്ലിൽ നിന്നാലും കാണാം. അതല്ല നമ്മൾ കയറാൻ പോകുന്ന മല, അതിൻ്റെ ഓപ്പോസിറ്റുള്ള മലയാണ് നമ്മൾ കയറാൻ പോകണം. അപ്പോൾ ഈ മല അതൊരു ഹൈലൈറ്റ് മലയാണ്, നല്ല ഭംഗിയാണ് അത് കാണാൻ. അപ്പോൾ നമ്മൾ നേരെ ഇനിയിപ്പോൾ ഇല്ലിക്കക്കല്ലിലേക്ക് പോവാണ്. നമ്മളിവിടെ പാർക്കിങ്ങിലേക്ക് എത്തി, പാർക്കിംഗ് ലോട്ടാണത്, അവിടെ എത്തി. താഴത്തെ 1-2 കടയൊക്കെ ഉള്ളൂ. അവിടെ എല്ലാത്തിനും വില കൂടുതലാണ്. നമുക്ക് വെള്ളമൊക്കെ വേണം താഴെ നിന്ന് വാങ്ങിച്ചിട്ട് വരാം. പക്ഷേ അവിടെ അവൈലബിൾ ആണ്. അതൊന്നും പ്രശ്നമില്ലാത്ത കേസാണ്. ഇതിൻ്റെ മേളിലോട്ട് കയറിയാൽ നമുക്ക് കടകളുണ്ട്. അധികം ആരും ഇല്ല. നമ്മളിപ്പോൾ എക്സാക്ട്ലി ഇല്ലിക്കക്കല്ലിലെത്തി. ഇത് ഈ ഒരു പോയിന്റ് വരെ നമുക്ക് നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾ യൂസ് ചെയ്ത് എത്താൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഇതാണ് അവിടുത്തെ താരിഫും കാര്യങ്ങളൊക്കെ. പിന്നെ എത്ര ദൂരം അങ്ങോട്ടൊക്കെ ഉണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിക്കുള്ള ചാർജ്, ജീപ്പ് സഫാരിക്കുള്ള ചാർജ്. ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ജീപ്പ് സഫാരി അവൈലബിൾ ആണ്. താഴത്ത് ജീപ്പുണ്ട്, നമ്മളെ മേളിൽ കൊണ്ട് വിട്, തിരിച്ച് നമുക്ക് ജീപ്പിന് വരുകയും ചെയ്യാം. ഞങ്ങൾ ജീപ്പ് സഫാരി എടുത്തില്ല, നമ്മൾ നടക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മൾ നടന്ന് തന്നെ കയറാൻ പോവാണ്. ജീപ്പ് സഫാരി എടുത്താൽ ആ ഒരു ത്രില്ലുണ്ടാവില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരു ഉച്ച ടൈമിനൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ രാവിലെ ഒരു 10 മണിക്കൊക്കെയാണ് വരുന്നതെങ്കിൽ നല്ല വെയിലായിരിക്കും. അപ്പോൾ ജീപ്പ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ കയറിയാൽ ശരിക്കും ക്ഷീണിക്കും. നമുക്ക് നല്ല നൈസ് വ്യൂ ആണ്. ഇങ്ങനെ കയറി വരുന്തോറും നമുക്ക് തണുപ്പ് പയ്യെ കൂടി വരും. അപ്പോൾ ഈ മല ഇങ്ങനെ കാണാം. ഇത് ഇങ്ങനെ ചുരം ഇങ്ങനെ കയറുന്ന കണക്ക് നമ്മൾ കയറി മുകളിലെത്തണം. ഓരോ പിന്നെ കയറുമ്പോഴാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. എല്ലാം കണ്ട ഒരുപോലെ ഇരിക്കുള്ളൂ. പക്ഷേ പ്രതീക്ഷിക്കാതെ രാവിലെ ഒരു ട്രിപ്പായിരുന്നു ഗായ്സ്. ഇത് കുറച്ച് റിസ്ക്കിയാണ്, നല്ല റിസ്ക്കിയാണ്. നല്ല പീസാണ് നമുക്ക് ഇവിടെ കൂടെ നടക്കാൻ. നമുക്ക് നല്ല റിലാക്സ് ചെയ്ത് സ്വസ്ഥമായിട്ട് നടന്ന് ട്രക്ക് ചെയ്ത് കയറാം. പിന്നെ ജീപ്പ് പോകുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ജീപ്പ് മാത്രമേ ഈ റൂട്ടിൽ വരുള്ളൂ. അത് ഗവൺമെൻറ് ആണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് ആരും ഉണ്ടായില്ല. താഴത്തെ പാർക്കിങ്ങിൽ തന്നെ 2 ബൈക്ക് എക്സ്ട്രാ ഉണ്ടായുള്ളൂ, പിന്നെ ഞങ്ങളുടെ ബൈക്കും. അപ്പോൾ ആരുമില്ല. അത് നല്ല പീസ് ടൈമായിരുന്നു. ഞാൻ ആദ്യം പിടിക്കാം. കമോൺ ലെറ്റ്സ് ഗോ. ഇത് ഞാൻ ഇപ്പോൾ കീഴടക്കും. Which way, man? This way, man. പക്ഷെ നമ്മൾ വർക്കിംഗ് ഡേ അല്ലാതെ വീക്കെൻഡിലൊക്കെയാണ് പോകുന്നതെങ്കിൽ ഭയങ്കര തിരക്കാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഒക്കെ അത്യാവശ്യം തിരക്കുണ്ടാവും. അപ്പോൾ നമ്മൾ ഇല്ലിക്കക്കല്ല് കയറി ഏകദേശം നമ്മൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തി. ഇനി ആ കാണുന്നത് മാത്രമേ, ആ ഒരു കയറ്റം കണ്ടില്ലേ, ആ കാണുന്നത് മാത്രമേ നമുക്കിനി കയറാനുള്ളൂ. അത് പണ്ട് ഈ ഗ്രില്ലൊന്നും വെച്ചിട്ടില്ല. ഇപ്പോൾ ഗവൺമെൻറ് സേഫ്റ്റി പർപ്പസിന് വേണ്ടിയാണ് ഈ ഗ്രില്ലൊക്കെ വെച്ചേക്കുന്നത്. കുറച്ച് 2-3 പേരോടെ ഇവിടെ വന്ന് മരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്.
ഇല്ലിക്കക്കല്ല് ആക്ച്വലി ആ ഏറ്റവും മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു കാഴ്ച കാണാൻ പറ്റും, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു കല്ല് കാണാൻ പറ്റും. അങ്ങോട്ടും വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് ഇറങ്ങി നടക്കാം, പക്ഷെ അത് കുറച്ച് നല്ല റിസ്ക്കിയാണത്. അപ്പോൾ കുറേ പേര് അങ്ങനെ ചെയ്തിട്ട് ചിലരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ ഗ്രില്ലൊക്കെ വെച്ച് ഇത് ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അത്ര സേഫ് അല്ല. ഇത് പിടിപ്പിക്കണ്ടായിരുന്നു. യെസ്, ആ ഗായ്സ്, എനിക്ക് അത്ര സ്പീഡിൽ കയറാൻ പറ്റില്ല ഗായ്സ്. ഗായ്സ് പതുക്കെ പോകും ഗായ്സ്. ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഞാൻ ചത്തു പോകും ഗായ്സ്. കിട്ടില്ല ഗൈസ്, അതൊക്കെ പോകും ഗൈസ്. അയ്യാ, ഒന്നും തോന്നല്ല അത്ര കയറിയിട്ട് ജിമ്മിൽ പോണോണ്ട്. ഞാൻ ജിമ്മിനെ ഞാൻ ചത്തു ഗൈസ്. ഇടിമിന്നലേൽക്കും എന്ന് പറയപ്പെടുന്നു. യെസ്, അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തി. അവിടം വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടെ മുകളിൽ നല്ല കോടമഞ്ഞ്, നല്ല തണുപ്പുമാണ്. നമ്മൾ അത്യാവശ്യം നല്ല നടന്ന് ക്ഷീണിക്കും, നല്ല കിതക്കിൽ നല്ല കയറ്റമാണ്. നമ്മൾ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രൈറ്റ് കാണുന്ന കല്ല് കണ്ടോ, നല്ല സ്ട്രൈറ്റ് വടി പോലെ ഇരിക്കുന്നത് ആ ഒരു പാറയാണ് ഇവിടുത്തെ ഏറ്റവും നല്ല വ്യൂ പോയിന്റ്. പണ്ട് ഈ ഗ്രില്ലൊന്നും ഇല്ല, നമുക്ക് പ്ലെയിൻ ആയിട്ട് കാണാം. ഈ താഴെ കൂടെ ആൾക്കാർ നടന്ന് അതിൻ്റെ അടുത്ത് വരെ പോകുമായിരുന്നു. അങ്ങനെ പോയിട്ട് കുറേ പേര് മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ ഗ്രില്ല് ചാടി കിടക്കാം, പക്ഷേ അത് ഇല്ലീഗലാണ്. ഒരു പിടിച്ചു കഴിഞ്ഞത് അങ്ങനെ ചെയ്യാനും പാടില്ല, അത് റോങ് ആണ്. അപ്പോൾ അത് റിസ്ക്കിയാണ്. നമുക്ക് ഈ ഒരു പോയിന്റ് വരെ നമ്മൾ സേഫാണ്. ഗ്രില്ലുണ്ട്, നമുക്കൊന്നും പറ്റാൻ ചാൻസ് ഇല്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വൈഡ് വ്യൂ ആണ്, നല്ല രസമാണ് കാണാൻ. അവിടെ നമ്മളൊരു 10-15 മിനിറ്റ് നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പീസായതിന് ശേഷം പതുക്കെ താഴോട്ട് ഇറങ്ങി. ഏറ്റവും ടാസ്ക് എന്ന് പറഞ്ഞാൽ താഴോട്ട് ഇറങ്ങലാണ്. നമുക്ക് എങ്ങനെയും ചാടി കയറിപ്പോവാം, പക്ഷെ തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിറങ്ങിയില്ലെങ്കിൽ നമ്മൾ താഴെ പെട്ടെന്ന് എത്തും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് തന്നെ ഇറങ്ങണം. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാണിക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ യാത്ര ചെയ്യാൻ, ഇപ്പോൾ ഇല്ലിക്കൽ വരാൻ ബുദ്ധിമുട്ടുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇതാണ് ഇതിനകത്ത് ഫുള്ളുള്ള കാര്യങ്ങൾ. നമ്മൾ ഇവിടുന്ന് നടന്ന് മേളിൽ ചെന്ന് അവിടെ കയറി കാണുന്ന കാഴ്ച, പിന്നെ തൊട്ട് താഴോട്ടിറങ്ങി വരുന്ന ഒരു രീതി. നമ്മൾ തിരിച്ചു വരാൻ നേരത്ത് അത്യാവശ്യം കോടയായി തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം സമയമായി, ഒരു 4 മണിയൊക്കെ അത്യാവശ്യം കോടയായി. നമുക്ക് താഴോട്ട് ഇറങ്ങുവാണ് നമ്മൾ. ഈ കണ്ടില്ല ഹെയർ പിൻ, ഈ ഇങ്ങനെ വളം ഇങ്ങനെ കയറി പോവാം. പക്ഷെ തിരിച്ച് ഞങ്ങൾ റോഡ് എടുത്തില്ല, ഞങ്ങൾ ഫുള്ള് ഇതിങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഇറങ്ങാൻ പറ്റും. കണ്ടോ, ഇതിങ്ങനെ താഴെ കൂടെ മലയുടെ ചെരുവിൽ കൂടെ ഇറങ്ങാൻ പറ്റും. അങ്ങനെയാണ് ഞങ്ങൾ ഫുള്ള് ഇറങ്ങി വന്നത്. ഓക്കെ, നമ്മളങ്ങനെ താഴെ എത്തി. നമ്മൾ താഴെ എത്തിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ക്ലോസ്ഡ് ആയി. ഗേറ്റും ഒക്കെ അടച്ചു, എൻട്രി എല്ലാം കഴിഞ്ഞു. 4 മണിയൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ഇനി കട്ടിക്കായം പോവാണ്. അപ്പോൾ ഇനി കട്ടിക്കായത്തേക്ക് അവിടുന്ന് ഒരു 2-3 കിലോമീറ്ററേ ഉള്ളൂ. നമ്മളെ വന്ന ആ ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ, ആ ജംഗ്ഷൻ എത്തിയിട്ട് കറക്റ്റ് ഉള്ളോട്ട് കയറണം. അപ്പോൾ നമ്മൾ ഇല്ലിക്കലിൻ്റെ ഗേറ്റ് ഇറങ്ങി നേരെ സ്ട്രെയിറ്റ് കട്ടിക്കായം. അപ്പോൾ ഇതാണ് കട്ടിക്കയത്തിൻ്റെ അവിടെ നിന്നുള്ള എൻട്രൻസ്. അപ്പം നമ്മൾ നേരെ, ഇത് കാറൊക്കെ പോകുന്ന റൂട്ടാണ്. നമുക്ക് അത്യാവശ്യം ഈ റൂട്ടിലും ഒരു 2 കിലോമീറ്റേഴ്സ് വരെ കാറ് നമുക്ക് പോകാൻ പറ്റും. എതിരെ വണ്ടി വന്ന കുറച്ച് സീനാണ്, എന്നാലും നമുക്ക് ഒതുക്കി പാർക്കൊക്കെ ചെയ്യാം. പോകുന്ന വഴി സൈഡിൽ വീടുകളൊക്കെയാണ്. ഇത് പഞ്ചായത്ത് റോഡാണ്. അപ്പോൾ നമ്മൾ നേരെ വിട്ട് കട്ടിക്കയം വാട്ടർഫോൾസിലേക്ക് പോകും. കട്ടിക്കയം വാട്ടർഫോൾസ് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, എന്നെ പോലെ നിങ്ങൾ സൂക്ഷിച്ചിറങ്ങണം, ജലനിരപ്പ് കുറച്ച് കൂടുതലാണ്, അപ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് ഒരു മുളങ്കാടും സൈഡിലുള്ള ചെറിയൊരു ലേക്കും. അത് പക്ക ഓഫ് റോഡാണ്, ബൈക്ക് മാത്രമേ കയറുള്ളൂ. കാർ ഏകദേശം ആ ഒരു പോയിന്റ് വരെ വരുള്ളൂ. അപ്പോൾ നമ്മളിതൊരു പ്യുവർ ഓഫ് റോഡാണ്.
കുഴപ്പമില്ല. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പാറക്കല്ലും അതുപോലെ തെന്നിയിരിക്കും കിടക്കുന്നത്, സ്ലിപ്പാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ അത് അടിച്ച് കയറി പോകും. യെസ്, അപ്പോൾ അത് ഭയങ്കര ഫൺ ടു ഡ്രൈവ് ആട്ടോ ഇത്. നമ്മൾ ഈ കാട്ടിൻ്റെ അകത്തൂടെ ലൈറ്റൊക്കെ ഇട്ട്, ഇത് ശരിക്കും അത്യാവശ്യം ലൈറ്റുള്ള സമയമാണ്, പക്ഷേ ഇതിൻ്റെ അകത്തൊരു വെളിച്ചം കയറത്തില്ല. നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് നേരെ സെറ്റായി കൈ കൊടുത്ത് കയറും. പക്ഷേ സ്ലിപ്പായി എന്തെങ്കിലും പറ്റി ആ സൈഡിൽ കിടങ്ങാൻ തോട്ടിൽ പോയി വീഴും. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അത്രയ്ക്ക് റിസ്കി അല്ല, എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും, കണ്ടോ ഇങ്ങനെയാണത് സംഭവം. നല്ല സൗണ്ടാണ് ഇവിടെ, ഇങ്ങനെ ആ ഒരു അരുവി ഒഴുകുന്ന, ഇങ്ങനെ അരുവിയുടെ സൗണ്ടില്ല, അത് നല്ല രസമായിരിക്കാം. ഇത് അതിൻ്റെ തൊട്ടടുത്തുള്ള അരുവി. ഈ വെള്ളം എല്ലാം കൂടെ പോയിട്ട് കളക്റ്റീവായിട്ടാണ് സംഭവം കട്ടിക്കയം വാട്ടർഫോൾസ് എന്നും പറഞ്ഞ്. അത് നല്ലൊരു ഭംഗിയുള്ള വാട്ടർഫോൾസ് ആട്ടോ. അതൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് വട്ടം പോയിട്ടുണ്ട് അവിടെ. നമുക്കവിടെ ഏറ്റവും വലിയ സുഖം എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ഇറങ്ങി കുളിക്കുകയും ചെയ്യാം. വാട്ടർഫോളിൻ്റെ അങ്ങോട്ടൊക്കെ തൊട്ടടുത്ത് വരെ പോവുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ വെള്ളം കുറച്ച് കൂടുതലാണ്, എന്നാലും പല ടൈമിന് പല രീതിയിലാണ്. അപ്പോൾ ഇത് ഭയങ്കര ഒരു മലയാണ്. നമുക്ക് ആ മലയുടെ താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഈ വെള്ളച്ചാട്ടം. അപ്പോൾ ഇങ്ങനെ മല ഇങ്ങനെ കയറി. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏരിയ കൊണ്ട് എപ്പോഴും ഇതിങ്ങനെ വെറ്റാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നടക്കണം. ഇല്ല സ്ലിപ്പം കണ്ടോ, ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ വെള്ളം ഇങ്ങനെ കിടപ്പുണ്ട്. നമ്മൾ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്യാനായിരുന്നത്, പക്ഷേ നമ്മളിത് തിരിച്ച് അപ്പുറത്തോണ്ട് വെച്ചതെന്ന് വെച്ചാൽ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ പാറയിൽ കൂടെ ബൈക്ക് ഓടിക്കൽ വൻ റിസ്ക്കാണ്. പോയി കഴിഞ്ഞാൽ കാര്യം തീരുമാനമാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് തിരിച്ച് അവിടെ തന്നെ കൊണ്ട് വെച്ച്. ഈ ഷൂവിന് ഗ്രിപ്പില്ല. ഈ സ്റ്റെപ്സ് ഇങ്ങനെ ഇറങ്ങി നല്ല, ഇന്ന് ഫുൾ ഡേ നല്ല നടപ്പ് നടന്നിട്ടുണ്ട്. നമ്മൾ ഇല്ലിക്കക്കല്ല് കയറിയപ്പോൾ ആണെങ്കിലും ഇതാണെങ്കിലും, ഇതിൻ്റെ ഇല്ലിക്കക്കല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും കയറിപ്പോയിട്ട് തിരിച്ചതാണ്. ഇത് താഴോട്ട് ഇറങ്ങിയിട്ട് ഇനി മേലോട്ട് കയറാം. ഓക്കെ, അപ്പം കിടിലം വ്യൂ ആണ്. ഇതാണ് കട്ടിക്കയം വാട്ടർഫോൾസ്. അല്ല അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫേവറേറ്റ് വെള്ളച്ചാട്ടത്തിലൊന്നാണിത്. പൊതുവെ ഇവിടെ വീക്കെൻഡ്സിൽ ആൾക്കാരുള്ളൂ, അല്ലാത്തപ്പോൾ കുറവാണ് തിരക്ക്. നമുക്ക് നല്ല പീസായിട്ടേക്ക്. ഇപ്പം ഞങ്ങളിന്നിപ്പോൾ ഒരു ടീംസ് മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ ആരുമില്ല, തിരക്കില്ല. വെള്ളം നല്ല പതഞ്ഞ് പൊങ്ങുവാണ്, നല്ല ഫോഴ്സിൽ. അത്യാവശ്യം വെള്ളമുള്ള, ഇപ്പോൾ എപ്പോഴും മഴ ആയതുകൊണ്ട് നല്ല രീതിക്ക് വെള്ളം വരുന്നുണ്ട്. അപ്പം കണ്ടോ, വെള്ളം നിലത്ത് കുത്തിയിട്ട് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി മേലോട്ട് ഇങ്ങനെ ഡ്രിസിൽ പോലെ പൊയ്ക്കൊണ്ടിരിക്കുക. നല്ല കാറ്റുമാണ് അവിടെ. കട്ടിക്കയം ഇപ്പം നമ്മളെ കണ്ട വാട്ടർഫോളാണ്. അത് താഴോട്ട് വന്നിട്ട് അവിടെ ഒരു ചെറിയ റിസർവർ പോലെ അവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ, അവിടെയൊക്കെയാണ് നമുക്ക് നീന്താൻ പറ്റുക, എന്താ കാണുന്ന ഏരിയയിൽ. അത് കഴിഞ്ഞാൽ പിന്നെ അത് താഴോട്ട് നല്ല രീതിയിൽ ഇറങ്ങിപ്പോവുക. അത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റിസ്ക്കിയാണ്. ഇവിടെ കുഴപ്പമില്ല, ഇവിടെ അത്യാവശ്യം ആഴമുണ്ട്. എന്നാൽ പോലും നമുക്കിവിടെ കണ്ടില്ലേ, അവിടെ ഒരു സേവ് ചെയ്യാനുള്ളൊരു പോർഷൻ പോലും ഉണ്ട്.
നമ്മൾ വെള്ളം ക്രോസ് ചെയ്ത് അപ്പുറം എത്തിയിട്ട് നമുക്ക് ചാടി ഇറങ്ങി. ഇവിടെ ഭയങ്കര പാറക്കല്ലുകളാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങൽ കുറച്ച് പാടാണ്. നമ്മൾ നടന്ന് അപ്പുറം ചെന്നിട്ട് അങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ ഇത് ഫോൺ ക്യാമറ യൂസ് ചെയ്തിട്ട് ഇത് ക്രോസ് ചെയ്യൽ ഭയങ്കര ടഫായിരുന്നു. എന്ന് വെച്ചാൽ കയ്യിലത് പിടിക്കുക, ഇത് ക്രോസ് ചെയ്യുക. എന്ന് വെച്ചാൽ 2 കൈ വെച്ച് നമ്മൾ പിടിച്ചാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ വെള്ളം നല്ല ഒഴുക്കാണ്. അപ്പോൾ അത് കുറച്ച് ടാസ്ക് ആയിരുന്നു. പിന്നെ ആണെങ്കിൽ ലെൻസിൽ നിറച്ച് വെള്ളം വന്ന് വീണിട്ട് ഒന്നും ക്ലിയർ ആവുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അടിപൊളി വെള്ളച്ചാട്ടമാണ്, നല്ല രസം. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നനയും. ഇതിൻ്റെ സൈഡിൽ പോയി നിന്നാൽ തന്നെ നമ്മൾ നനയും. എന്ന് വെച്ചാൽ ഈ വെള്ളം ഇങ്ങനെ പറന്നു വന്നുകൊണ്ടിരിക്കുക. നമ്മൾ നല്ല രീതിയിൽ വെറ്റവും. അപ്പം നമ്മൾ അതുപോലെ ഐസ് കോൾഡാണ് കേട്ടോ വെള്ളം. നമ്മൾ കാല് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് വെള്ളത്തിന്. അതുപോലെ വെള്ളത്തിൽ കൈയിട്ട് കഴിഞ്ഞാൽ നല്ല ചാരലും അതുപോലെ പെബിൾസാണ് കിട്ടുക. ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് നൈസായിട്ട് കഷ്ടപ്പെട്ട് കൈയും കാലും ഒക്കെ കുത്തി ക്രോസ് ചെയ്യുവാണ്. നടന്ന് ക്രോസായി. ഇതൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെവിടെയെങ്കിലും ചവിട്ടിയാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, സ്ലിപ്പാവും. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. 2 കൈ യൂസ് ചെയ്തില്ലെങ്കിൽ പണിയാണ്. യെസ്, കണ്ടില്ലേ നല്ല ഒരു പെബിൾസൊക്കെ. ഇത് ഓൾമോസ്റ്റ് അങ്ങനെ എല്ലാ വെള്ളച്ചാട്ടത്തിലും നമുക്കിങ്ങനെ കൈയിട്ട് എടുക്കാൻ പറ്റുന്ന പാകത്തിന് കിട്ടാറില്ല. വാവ്, അത് നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. നല്ല വൈറ്റ് കളറാട്ടോ കല്ല്. നല്ല ഹെവി, നല്ല കിടിലം വെള്ളച്ചാട്ടം. അത് അവിടെ കല്ലിൽ പോയിരുന്നിട്ട് കുറച്ച് നേരം അത് കണ്ടുകൊണ്ടിരിക്കണം. നല്ല പീസാണ്. ഇതുപോലെ വെള്ളം നല്ല ക്ലിയർ ആണ്. നമ്മൾ അതിൻ്റെ അടി മുങ്ങിയാലും നമുക്ക് അത്യാവശ്യം കണ്ണു തുറന്ന് നോക്കിയാൽ കുറച്ചൊക്കെ കാണാം. നമ്മളെന്തായാലും നീന്തി കുളിക്കാനുള്ള പരിപാടിയാണ്. ഇതിനാണ് നമ്മൾ മെയിനായിട്ട് വന്നത്. കട്ടിക്കയത്ത് വരുക, വെള്ളത്തിൽ ചാടുക എന്നുള്ള. ഇല്ലിക്കൽ കല്ല് ജസ്റ്റ് നമ്മളവിടെ കയറുക, അത് നമുക്ക് അത്ര ഒരു ഫീലിംഗ്, നമുക്ക് വരാനൊരു പുഷ് കിട്ടില്ല. പലവട്ടം നമ്മൾക്ക് വരാനുള്ള പുഷ് കിട്ടാനുള്ള കാരണം ഈ ഒരു വാട്ടർഫോൾസ്. നമുക്ക് എപ്പോഴും ഇവിടെ വന്ന് ഇറങ്ങി കുളിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഒരു സുഖമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ മുന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പാറയുടെ ഇടയിൽ നിന്ന് വരുന്ന വെള്ളത്തിനകത്ത് മിനറൽസ് ഒരുപാടുണ്ട്. അപ്പോൾ അത് മുടിക്കൊക്കെ ഭയങ്കര നല്ലതാണ്. അതുപോലെ നല്ല ഐസ് കോൾഡ് വെള്ളം. ഇതിൽ കുളിച്ചാലും നമ്മൾ നല്ല ഫ്രഷാവും. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഇങ്ങോട്ട് വരാൻ ആകർഷിക്കുന്നത്. നമുക്കിവിടെ ഇറങ്ങാം, അതുപോലെ കുളിക്കാം. ഇന്ന് കുറച്ച് വെള്ളം കൂടുതലാണ്, സാറിന് ഇത്ര അഗ്രസീവ് അല്ല. ഇതാണ് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വ്യൂ. ഇതാണ് ഞാൻ പറഞ്ഞ കട്ടിക്കായം വെള്ളച്ചാട്ടം കഴിഞ്ഞ് താഴോട്ട് വന്നിട്ട് അത് പിന്നെയും ഭയങ്കരമായിട്ട് താഴോട്ട് പോകുന്നുണ്ട്. എന്നാൽ അത് അവിടെയൊക്കെ ഒരു വ്യൂ പോയിൻ്റ് ഇല്ല. അവിടെയൊക്കെ പോകാൻ പറ്റുമോയെന്ന് എനിക്ക് അറിയില്ല. അങ്ങോട്ടാരും പോകാറില്ല. എന്തായാലും വഴിയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതിങ്ങനെ താഴോട്ട് ഇറങ്ങി പോവാണ്. അപ്പോൾ കുറച്ച് റിസ്ക്കിയാണ്. നമ്മൾ ആ ഒരു ഏരിയ വിട്ട് ഇവിടെ വന്ന് നിൽക്കണമെന്ന് അത്ര സേഫല്ല. നമ്മളവിടെ കുറച്ച് കുഴപ്പമില്ല. അവിടെ ആ ഒരു ഞാൻ പറഞ്ഞില്ല, അവിടെ ഒരു ബാരിക്കേഡ് പോലെ ഒരു ബ്രേക്ക് പോലെ ഉണ്ട്, പാറയുടെ ഒരു ഇത് തന്നെ. അവിടുന്ന് സ്ലിപ്പായി പോയി താഴോട്ട് പോയി കഴിഞ്ഞാൽ റിസ്ക്കിയാണ്. അപ്പോൾ എന്തായാലും ട്രിപ്പ് ഫിനിഷ് ആവാറായപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. ഇപ്പോൾ സമയം ഒരു 5:30 ആയി. അപ്പോൾ മഴ ഭയങ്കരമായിട്ട് കൂടിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ നിൽക്കണ റിസ്ക്കാണ്. മഴ നിർത്താതെ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ നിരപ്പും കൂടും, നമുക്ക് ഒരുപാട് റിസ്ക് ചെയ്യപ്പോൾ. അപ്പോൾ നമ്മൾ മഴയത്ത് ഒരു കണക്കിലെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ച് മേലോട്ട് കയറുക. അപ്പം അങ്ങനെ കയറി. അപ്പം
ട്രിപ്പിൻ്റെ എൻഡിൽ ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ മേളിലേക്ക് എത്തിയത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ മഴ. ഇപ്പം ഞങ്ങൾ ഫുള്ള് നനഞ്ഞുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ മഴയത്ത് നമ്മൾ നനഞ്ഞ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചു പോയി. നമ്മൾ ബൈക്കെടുത്ത് തിരിച്ച് പോയി ഈ ചുരം ഇറങ്ങി താഴെ എത്തിയപ്പോൾ മഴയില്ല. അത് ഈ മലയുടെ ഇപ്പുറത്തൊക്കെ മഴ പെയ്യും, കാറ്റെടുത്ത് പോകുന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഭയങ്കര മഴയായിരുന്നു. അതിന് ഞങ്ങൾ 2 റൗണ്ട് അടിച്ച് താഴെ എത്തിയപ്പോഴത്തേക്കും അവിടെ മഴ പെയ്തിട്ടേ ഇല്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ സ്ഥലത്തൊക്കെ പോകണം. നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ സീ യു നെക്സ്റ്റ് വ്ലോഗ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.